ശരിക്കും ലൈഫിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ട ഒരു കാര്യം എന്താ? അല്ല, ആഫ്റ്റർ മാരേജ് ആയിരുന്നു. ആഫ്റ്റർ മാരേജ് ഇപ്പം എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നേ പറയാ. അതായിരുന്നു കുറച്ചും കൂടെ ഞാൻ റിക്കവർ ആവാൻ വേണ്ടിയിട്ട് കുറേ സ്ട്രഗിൾ ചെയ്ത ടൈം. ഇപ്പം എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ നടന്നു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് ബാക്കിയുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഈ ഒരു 2 ഇയേഴ്സിൽ ഇതുവരെ അങ്ങനത്തെ ഒരു വീഡിയോ പോലും ചെയ്യാത്തത്. ഇപ്പൊ ലൈഫിൽ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം വന്നു, ഇപ്പൊ പറഞ്ഞു പേഴ്സണൽ ലൈഫ്. അതെന്ന് എങ്ങനെയാ നമ്മള് റിക്കവർ ചെയ്തത്? എങ്ങനെയാ, എന്തെല്ലാം ചെയ്തിട്ടാണ് പുറത്തേക്ക് വന്നത്? അത് ഇങ്ങനെ പറഞ്ഞുതരാൻ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ നല്ല നടക്കും, എങ്ങോട്ടേലും ചുമ്മാ അങ്ങോട്ട് ഇറങ്ങി നടക്കുക. നടക്കുമ്പോൾ തന്നെ നമ്മള് മൈൻഡൊക്കെ ഭയങ്കര ഫ്രീ ആവും. എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കുന്ന കാര്യം, നിങ്ങൾ എന്താണ് ഇങ്ങനെ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, അല്ലെ മരുന്നും കഴിക്കുന്നുണ്ട്? പക്ഷെ ഞാൻ എൻ്റെ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയാൽ മതി, കരയുന്ന വീഡിയോ ഒന്നും ഞാൻ ചെയ്യാറില്ല. അതുപോലെ തന്നെ എപ്പോഴും എനിക്ക് ഹാപ്പി ആയിട്ടിരിക്കുന്ന വീഡിയോസ് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. സങ്കടപ്പെട്ടുമ്പോൾ ഒരുപാട് പാട്ടുകൾ കേൾക്കാറുണ്ട്. ഒറ്റ പാട്ട് പാടിക്കേ. വിൺമേഘം പെണ്ണാക ഉരുവാനതോ, ഇന്നേരം എന്നെ பார்த்து വിളയാടുതോ, ഉന്നാലെ പല ஞாபகம் என் முன்னே வந்தாடுதே, ഒരു നെഞ്ചം തിണ്ടാടുതേ. ലൈഫിൽ എത്ര പ്രണയം ഉണ്ടായിട്ടുണ്ട്? എണ്ണി പറയണോ? ഏകദേശം എണ്ണി കിട്ടുവോ? എണ്ണാൻ പറ്റുമോ? അല്ല, അങ്ങനെയൊന്നുമില്ല. എന്നെ തേച്ചു പോയ ഒരാളുണ്ടായിരുന്നു. ഇതൊക്കെ ആ ആള് പോയപ്പോ സോഷ്യൽ മീഡിയയിലേക്ക് വന്നു. അതെ, ലൈഫിലെ ആള് പോയപ്പോ ബിസിനസ് ഫീൽഡിലേക്ക് വന്നു. അത് ഇങ്ങനെ ഓരോരുത്തർ പോകുമ്പോഴാണ് ഞാൻ പലതും ചെയ്യുന്നത്. ആരും വരണ്ട. സന്തോഷം എന്ന് മനസ്സിൽ വരുമ്പോ പാടാൻ തോന്നുന്ന ഒരു പാട്ട്. വച്ചുണ്ടായി ഫീലിങ്സ്, വച്ചുണ്ടായി ഫീലിങ്സ്, വച്ച് വച്ച് ചപ്പേസ്തുണ്ടായി ഫീലിങ്സ് ഫീലിങ്സ്, ഓ ടുട്ടുരു 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 ടു. ഹലോ, വെൽക്കം ടു വെറൈറ്റി മീഡിയ. ഞാൻ ഐനിഷ. ഇന്ന് എൻ്റെ കൂടെയുള്ള ഗസ്റ്റിനെ പറ്റി ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ ജൂനിയർ റിമി ടോമി എന്നാണ് അറിയപ്പെടുന്നത്. മാത്രമല്ല ആളൊരു ഭയങ്കരമായിട്ടുള്ള ഒരു സിംഗറാണ്. അതിനേക്കാൾ ഉപരി വിദേശ രാജ്യങ്ങളിൽ പോയി, നമ്മുടെ ഇന്ത്യയിലല്ലാതെ വിദേശ രാജ്യങ്ങളിൽ പോയി ബിസിനസ് നടത്തി ലക്ഷങ്ങളുടെ വരുമാനം കൊയ്യുന്ന നമ്മുടെ സ്വന്തം ഫൗസിയ. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. ഹായ് ഫൗസിയ. ഹായ്. എപ്പോൾ ഞങ്ങൾ ഇന്ത്യയിലെത്തി? ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 1 മാസമായി. ഇപ്പൊ എങ്ങനെ പോകുന്നു ലൈഫൊക്കെ? അടിപൊളിയായിട്ട് പോകുന്നു. എനിക്ക് ഫൗസിയനെ ഇങ്ങനെ കാണുമ്പോ തന്നെ ഭയങ്കര വൈബാണ്. എല്ലാ വീഡിയോസിലും ഭയങ്കര ചിൽ വൈബായിരിക്കും. പാടുന്നു, അതേപോലെ തന്നെ ഡാൻസ് ചെയ്യുന്നു. അതാണ് ഒരു ജൂനിയർ റിമി ടോമി എന്ന ആളുകൾ വിശേഷിപ്പിക്കുന്നത്. പണ്ടേ എന്നെ അങ്ങനെ എല്ലാവരും വിശേഷിപ്പിക്കാറുണ്ട്. എന്താ ഇങ്ങനെ വിശേഷിപ്പിക്കുന്നതിന് പറയാല്ലേ? അവര് അല്ല, എന്നോട് പറയുന്നതോ? എന്താ അങ്ങനെ കൂടുതൽ പറയുന്നത് എന്റെ ചിരി, സംസാരം. കൂടുതലും ലൈവ് ഒക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ റിമി ടോമിയുടെ അതേ ചിരി, അതേ സംസാരം, പാട്ട് എന്നൊക്കെ പറഞ്ഞ് പറയാം. എനിക്കിതൊന്നും തോന്നിയിട്ടില്ല. ഇല്ല, എനിക്ക് തോന്നി, സത്യമായിട്ട് തോന്നി. ഓക്കെ, അപ്പൊ നമുക്കൊരു അടിച്ചുപൊളി പാട്ട് കേൾക്കാം. ഇപ്പൊ വൈറൽ ആയിട്ടുള്ള ഒരു പാട്ടുണ്ടല്ലോ, അഴകിയില. അത് കേൾക്കട്ടെ, നല്ല അഴകിയിലങ്ങ് കേൾക്കട്ടെ. നല്ല അഴകിയായിട്ടങ്ങ് പാടിത്തരാം. അതെ. ഇത് കുറെ സെലിബ്രിറ്റീസ് ഒക്കെ ഈ സോങ് ഞാൻ പാടിയ സമയത്ത് അവര് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ അല്ലേ? അതാണ് അതിന്റെ ഹൈലൈറ്റ്. ഞാൻ തന്നെ മറന്നു എന്തോ ഞാൻ പറഞ്ഞേ. അപ്പൊ അഴകിയില എന്റെ വൈറലായിട്ടുള്ള സോങ് ഞാൻ ഒന്ന് പാടാം. സീരകണ്ണ വീരത്താൽ കൂന്തല എങ്കേ, സൂര്യ നിലവായാനത് അങ്കേ, മനമെன்று போனது எங்கே, மன்மதனை ஒன்றது எங்கே, கண்ணத்தை தொட்டால் சந்தனம் கொட்டும், வெக்கத்தை தொட்டால் குங்குமம் கொட்டும், புன்னகை பட்டால் மல்லிகை மொட்டும், பார்த்தால் பருவம் மூச்சு முட்டும், காலடை யோசனை கம்பர கேக்குது அம்மம்மா, பிக்காசோவின் ஓவியம் ஒன்று, பித்தோவனின் சிந்தனை ஒன்று பெண்ணாய் மாறியதோ அந்த புறத்து மகராணி, அந்த புறத்து மகராணி, அழகிய லைலா அவள் இவளந்த ஸ்டைலா, சந்தன வெயிலா இவள் மன்மத புயலா, அடடா பூவின் மாநாடா, அழகு இவள்தான் தாய் நாடா. സൂപ്പർ. ഇടയ്ക്ക് ടൂട്ടോട്ടും
ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ടുടുടുടുള്ള സൗണ്ട് ഇല്ല, അത് കുറച്ച് കൊണ്ട് ഇടിപ്പിക്കാം. അത് മതി. ഓക്കെ, ശരിക്കും നമ്മുടെ ഫൗസിയനെ എടുക്കുകയാണെങ്കിൽ ഈ എങ്ങനെ ഈ ഒരു സോഷ്യൽ മീഡിയ എനിക്ക് കുറേ മുമ്പേ ഞാൻ കാണാൻ തുടങ്ങിയ ഒരാളാണ്. വളരെ കുറച്ച് പേരുള്ളപ്പോൾ മുതൽ ഞാൻ ഈ ഫേസ് കാണുന്നുണ്ട്. എങ്ങനെയാണ് ഇതിലേക്കൊക്കെ വരാം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ ക്ലിക്ക് ആവുന്നൊക്കെ അന്നേ തോന്നിയോ? അയ്യോ, അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. സത്യം പറയാനല്ലോ, സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ പണ്ടൊരു തേപ്പ് ഇട്ട് ഇരിക്കുന്ന സമയത്തായിരുന്നു ഞാൻ ടിക്ടോക്ക് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് വേറെ ഒന്നും ഇല്ലല്ലോ, എന്ത് ചെയ്യണം, എന്തിലോട്ട് പോകണമെന്നൊന്നും ഇല്ലായിരുന്നു. അന്ന് ഞാൻ എയർപോർട്ടിൽ വർക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെ എയർപോർട്ടിൽ വർക്ക് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പം വാപ്പ പറഞ്ഞു, എയർപോർട്ടിൽ നിന്ന് വേണ്ട, നമ്മളെ ഈ സമുദായത്തിൽ നിന്ന് പറ്റിയ സംഭവമല്ല, വീട്ടിൽ ഒന്ന് കുത്തിരിക്കേ. അങ്ങനെ അത്രയും BB എയർലൈനൊക്കെ പഠിച്ച് അത്രയും ഇൻ്റർവ്യൂ ഒക്കെ ചെയ്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. അതിനുശേഷം പിന്നെ അങ്ങനെ മ്യൂസിക്കലി ഇങ്ങനെ പാട്ടുകളൊക്കെ പാടാൻ തുടങ്ങി. കുറേയൊക്കെ ഇങ്ങനെ പ്രൈവറ്റ് ആക്കിയാണ് ഇട്ടിരുന്നത്, ഇനി എനിക്ക് മാത്രം കാണാൻ വേണ്ടി. ഞാൻ പാടും ഞാൻ കാണും, ഞാൻ പാടും ഞാൻ കാണും, അങ്ങനെ. പിന്നെ 1-2 വീഡിയോസ് ഇങ്ങനെ പബ്ലിക്കാക്കി. അങ്ങനെ ഒരു പാട്ട് ഇങ്ങനെ വൈറലായി. അങ്ങനെ അത് നല്ല റീച്ചായി. അങ്ങനെ റീച്ചായി നിൽക്കുന്ന സമയത്താണ് നിങ്ങളുടെ വെറൈറ്റി വീഡിയോ ഞാൻ അയച്ചു കൊടുക്കുന്നത്. അപ്പൊ ഒരു കുറച്ചും കൂടെ റീച്ചാക്കി എന്നെ വൈറലാക്കി തന്നു. അതെ, ഒരുപാട്. എന്റെ തുടക്കം അതാണ് പറഞ്ഞത്, വെറൈറ്റി മീഡിയ ഞാനായിട്ടുള്ള ബന്ധം എന്ന് പറയുമ്പോൾ അന്ന് ആ മ്യൂസിക്കിൽ തൊട്ടുള്ള ബന്ധമാണ്. അതെ. അപ്പൊ ഈ പാട്ടിലേക്ക് വന്നപ്പോഴേ ഉപ്പ കുറച്ചൊരു ഓർത്തഡോക്സ് ആണ്. ഓക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ പാട്ടിലേക്ക് വരുന്നു, ടിക്ടോക്കിലേക്ക് വരുന്നു, പിന്നെ തട്ടമിടാതെയും ചെയ്ത് വരുന്നുണ്ട്. അപ്പോഴൊക്കെ ഉള്ളപ്പം ഒരു ഫാമിലിയിലുള്ള ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? അല്ല, വാപ്പ അന്നും ഇപ്പം ആള് കുറച്ച് എന്താണ് ന്യൂജനായിക്ക് മാറിക്കണ്. ഇപ്പൊ ഒരു നെവർ മൈൻഡാണ്, എന്തോ ചെയ്തോ എങ്ങനെ പൊക്കിയെന്നുള്ള മൈൻഡായിരുന്നു. പക്ഷെ അന്ന് അങ്ങനെ അല്ലായിരുന്നു. ഫസ്റ്റില് കണ്ടപ്പോ എന്തായിരുന്നു ഈ ഡ്രസ്സിങ് അങ്ങനെയൊക്കെ വരുമ്പോ ഇടയ്ക്കിടയ്ക്ക് വോയിസ് വരും, തട്ടിട് കേട്ടോ വീഡിയോ ആൾക്കാർ എനിക്ക് അയച്ചിരുന്നുണ്ട്, നാണം കെടുത്തല് എന്നൊക്കെ പറഞ്ഞുള്ള വോയിസ് അയക്കുമായിരുന്നു. പിന്നെ ആൾക്ക് പിന്നെ മടുത്ത്, പിന്നെ ആള് സെറ്റായി. കേൾക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോ അങ്ങോട്ടേക്ക് വിട്ടു. പിന്നെ അതും ഇതായിട്ട് അങ്ങനെ ഒരു ബന്ധമില്ലല്ലോ, നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സും അങ്ങനെയല്ലേ എല്ലാരും യൂസ് ചെയ്യുന്നത്, നമ്മുടെ ചോയ്സ്. അതെ, നമ്മുടെ ചോയ്സ് ആണ്. ഇപ്പൊ ദുബായിലാണ് അധികം അല്ലേ? ഇപ്പൊ അവിടെ ഒരു വൈറൽ ആയിട്ടൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നു, എനിക്ക് ഭയങ്കര പേഴ്സണലി ഇഷ്ടമായി. ഒരു മമ്മൂക്കേനെ അല്ലേ, ആ വീഡിയോ ഒന്ന് ഞാൻ കാണിക്കട്ടെ. മമ്മൂക്ക ഫാൻസിനൊക്കെ ഒരു പവറൊക്കെ വരട്ടെ. ഞാനൊരു മമ്മൂക്ക ഫാനാണ്. അതാണ് അപ്പൊ കണ്ട സമയത്ത് ഭയങ്കര എക്സൈറ്റഡ് ആയത്. എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല. ഞാൻ ആദ്യം ആ മമ്മൂക്കയുടെ വീഡിയോ ഒന്ന് കാണിക്കാം. ഓക്കെ. എന്ത് സ്റ്റൈലാണത്. ആ മമ്മൂക്ക് ലാസ്റ്റ് എന്തോന്ന് പറയുന്നതായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാനൊന്നും കേട്ടില്ല, എന്തോന്ന് പറഞ്ഞു. ആ ലാസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി. അത് എല്ലാവരും വന്ന് കമന്റ് ചെയ്യുന്നുണ്ട്, മമ്മൂക്ക് ലാസ്റ്റ് എന്താ പറഞ്ഞത്, എന്താ പറഞ്ഞത്, ഏകദേശം ആ ഒരു ക്ലിപ്പ് കണ്ടിട്ട് എന്താ തോന്നിയ, എന്തോ ഒന്ന് ഇനി മാറിക്കടി എന്നാണോ അത് അറിയാൻ വയ്യ. കാരണം അത്രയും പേര് വന്ന് സെൽഫി എടുത്തോണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ വന്നു പറഞ്ഞു. പക്ഷെ കുറെ നേരം പുള്ളിക്കാരൻ നിൽക്കത്തില്ല കേട്ടോ. അവിടെ ഏകദേശം ഒരു ഹാഫ് ആൻ അവർ വന്ന് നിന്നു നമ്മുടെ മുമ്പിൽ, എല്ലാവരും വീഡിയോസും ഫോട്ടോസും എടുക്കാൻ. പിന്നെ അതിന് ശേഷം പിന്നെ പുള്ളിക്ക് മതി എന്നുള്ള രീതിയിൽ പോയി. പക്ഷെ ആള് ഭയങ്കര എന്താ പറയാ, നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ആ ഫിലിമിൽ എങ്ങനെ കാണുന്നു അത് തന്നെ നേരിട്ട്. എനിക്ക് തോന്നുന്നു എപ്പോഴും ഭയങ്കര വൈബാ, ഒരു വൈബടിച്ച് അങ്ങനെ നിൽക്കുന്ന ഒരാളാണ് എപ്പോഴും ഫൗസിയാന്ന് എനിക്ക് തോന്നാറുണ്ട്. എപ്പോഴും ഹാപ്പി ആയിട്ട് തോന്നും. എനിക്ക് എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കുന്ന കാര്യം, നിങ്ങൾ എന്താണ് ഇങ്ങനെ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, വല്ല മരുന്നും കഴിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയാൽ മതി, കരയുന്ന വീഡിയോ ഒന്നും ഞാൻ ചെയ്യാറില്ല. അതുപോലെ തന്നെ എപ്പോഴും എനിക്ക് ഹാപ്പി ആയിട്ടിരിക്കുന്ന വീഡിയോസ് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ എൻ്റെ കോണ്ടന്റ് വീഡിയോസ് എന്ന് പറയുന്നത് ഫുള്ള് കോമഡി ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും. അപ്പൊ എല്ലാരും പറയും കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് ചെയ്തു നോക്ക്, അപ്പൊ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ എനിക്ക് എന്റെ ഫേസ് ഇതേപോലെ കാണിക്കാനാണ് ഇഷ്ടം. ശരിക്കും നമുക്ക് ഇത്രയും ഹാപ്പി ആയിരിക്കുന്നവരുടെ ഉള്ളിൽ ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാവുമെന്ന് ചിലര് പറയാറുണ്ട്. അതിനോട് യോജിക്കുന്നുണ്ടോ? ഉണ്ട്. നമ്മള് ഇപ്പൊ എന്റെ ലൈഫ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 2 ഇയേഴ്സിൽ കുറെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഉള്ളിലുണ്ട്, എന്നാ പോലും അന്നും ഞാൻ ഇങ്ങനെ ചിരിക്കാറുണ്ട്, എന്നാ പോലും ഇപ്പം അതിൽ കൂടുതൽ ചിരിക്കുന്നുണ്ട്. ഓക്കെ. അതായത് 2 ഇയേഴ്സ് ആയിട്ട് ഒരുപാട് സങ്കടങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നാണ്. ലൈഫിൽ കുറെ ചലഞ്ചസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഓക്കെ. പേഴ്സണൽ ലൈഫാണോ? പേഴ്സണൽ ലൈഫ് തന്നെ. ഓക്കെ. ഇപ്പം പേഴ്സണൽ ലൈഫ് പലരും
എനിക്ക് തോന്നുന്നു പലരും പല രീതിയിൽ കമന്റും കാര്യങ്ങളും ഒക്കെ ഞാൻ കണ്ടു. അപ്പോൾ അതേപറ്റി എന്തെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ എന്തെങ്കിലും ഒരു പറയാൻ പറ്റുമോ? എൻ്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ഞാൻ ഇതുവരെ എൻ്റെ പ്രൊഫൈലിലൊന്നും ഞാൻ റിവീൽ ചെയ്തിട്ടില്ല. പക്ഷെ കുറേ ആൾക്കാർക്കും അറിയാം. ഇപ്പം എൻ്റെ മാരേജ് ലൈഫ് എന്ന് പറയുന്നത് ഇപ്പം നല്ല അടിപൊളിയായിട്ടല്ല പോകുന്നത്. അപ്പോൾ അത് ഇപ്പം എന്തായാലും എനിക്ക് റിവീൽ ചെയ്യാൻ ഞാൻ ചെയ്തില്ല. കാരണം കമന്റ് എന്തായാലും പല രീതിയിലുള്ള കമന്റ്സ് വരും. പക്ഷെ അതൊക്കെ ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഇന്നോട്ടൊന്നുമല്ല, ഇപ്പൊ കുറച്ച് വർഷമായിട്ട് ഞാൻ ഫേസ് ചെയ്യുന്ന കുറച്ച് കമന്റ്സ് ഉണ്ട്. അതൊക്കെ ഞാനിങ്ങനെ ചിരിച്ചുകൊണ്ട് നേരിടുന്നു, അത്രേ ഉള്ളൂ. കാരണം നമുക്ക് എല്ലാവരുടെ അടുത്തും പോയി നമ്മളെ ലൈഫ് സ്റ്റോറി പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളവർക്ക് നമ്മളെ അറിയാം, പിന്നെ നമ്മുടെ കാര്യങ്ങൾ അറിയാം, അത്രേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരെയും എന്താണ് ബോധിപ്പിക്കേണ്ട എന്നുള്ളൊരു ഇതാണ് ആവശ്യമില്ല. ഓക്കെ, ഇപ്പൊ ഈ സങ്കടം കൂടുതൽ വരുമ്പോ ഫൗസി എന്താ ചെയ്യാ? ഞാൻ പാട്ട് പാടും. 2 പാട്ട് അങ്ങോട്ട് പാടും. 2 പാട്ട് ഇങ്ങോട്ട് കാച്ചു. ഒരു പാട്ട് അങ്ങോട്ട് കാച്ചിക്ക്. പോകേണ്ടേ ദൂരൊരാളും കൂട്ടിനില്ലാതെ, കാണേണ്ടേ കാടുകൾ കരകൾ നിലയ്ക്കാതെ, പോകേണ്ടേ ദൂരൊരാളും കാത്തു നിൽക്കാതെ, കേൾക്കേണ്ടേ കിസ്സകൾ കഥകൾ നിലയ്ക്കാതെ, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത്, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴയത്ത്, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത്, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത്. അയ്യോ, ഞാൻ ഇന്ന് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ പാടുന്നത്. നല്ല രസമുണ്ടായിരുന്നു. അടിപൊളി. എന്തായാലും കുറ്റം പറയില്ല. നൈസായിരുന്നു. ശരിക്കും ഫൗസി എങ്ങനെ പുഞ്ചിരിക്കാൻ പറ്റുന്നത്? അയ്യോ, അത് മാത്രം ചോദിക്കരുത്. എപ്പോഴും എന്റെ 32 പല്ലിവിടെ കാണും. അത് എനിക്കെന്താ പറയുമോ, ഞാൻ സംസാരിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മതി. എപ്പോഴും സംസാരിക്കും ചിരിക്കും. എനിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടാ വരുന്ന ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. രസമുണ്ട്. ആ ചിരി ഇല്ലെങ്കിൽ ചിരിച്ച മുഖം കാണാൻ നന്നായിട്ട് ഉയർന്ന് നല്ല ഉണർന്ന് ചിരിക്കാൻ, അല്ലെങ്കിൽ തുറന്ന് ചിരിക്കാൻ എന്തെങ്കിലും 2 ടിപ്പ് പറഞ്ഞു കൊടുത്തയാൾ. ഇത് നല്ലോണം ഫുഡ് അടിച്ചിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ എണീറ്റാ മതി. ചിരിക്കാനോ? പഠിക്കാനല്ല ഞാൻ ചോദിച്ചത്, ചിരിക്കാൻ. അല്ലാണ്ട് ഞാൻ എന്താ പറയാ, എനിക്കൊരു ടിപ്പൊന്നുമില്ല. ഞാൻ ഡെയിലി ഇങ്ങനെയാണ്. ഞാൻ അങ്ങനെ ഡെസ്ക് പിടിച്ചിരിക്കാറൊന്നുമില്ല. എനിക്കിപ്പോ എന്തെങ്കിലും ലൈക്ക് പ്രോബ്ലംസ് അങ്ങനെ എന്തെങ്കിലും സങ്കടപ്പെടുന്ന കാര്യങ്ങളൊക്കെ വന്നാൽ അപ്പൊ ഞാൻ എന്റെ മൈൻഡ് മാറ്റും. 5 മിനിറ്റുള്ളിൽ ഞാൻ മാറും. ഓക്കെ, ഇപ്പൊ ലൈഫിൽ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം വന്നു, ഇപ്പൊ പറഞ്ഞു പേഴ്സണൽ ലൈഫ്. അതിന് എങ്ങനെയാ നമ്മള് റിക്കവർ ചെയ്തത്? എങ്ങനെയാ, എന്തെല്ലാം ചെയ്തിട്ടാണ് പുറത്തേക്ക് വന്നത്? അങ്ങനെ റിക്കവർ എന്ന് പറയുമ്പം എൻ്റെ ലൈഫിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളൊരു സമയം ഉണ്ടായിരുന്നു. അപ്പം ആ ടൈമിലൊക്കെ ഞാൻ റിക്കവർ ആയത്, അതിങ്ങനെ പറഞ്ഞുതരാൻ അതൊക്കെ അറിഞ്ഞൂടാ. ഞാൻ നല്ല നടക്കും, എങ്ങോട്ടേലും ചുമ്മാ അങ്ങോട്ട് ഇറങ്ങി നടക്കുമ്പോൾ തന്നെ നമ്മള് മൈൻഡൊക്കെ ഭയങ്കര ഫ്രീ ആവും. വീടിന്റെ അകത്ത് ചടഞ്ഞുകൂടി അങ്ങനെ ഇരിക്കാറില്ല. എന്തെങ്കിലും ആ ഒരു ഡിപ്രഷനൊക്കെ മാറ്റാൻ വേണ്ടി ഡിപ്രഷൻ അടിച്ചിരിക്കാറുമില്ല. പക്ഷെ എന്തെങ്കിലും മനസ്സിലൊരു വിഷമം വന്നാൽ ഇതേപോലെ ചുമ്മാ അങ്ങ് നടക്കും കുറേ ദൂരം. ആ ദൂരം അങ്ങ് എത്തിത്തീരുമ്പോഴായിരിക്കും ഞാൻ ആലോചിക്കുന്നത്, ആഹാ ഞാനിപ്പോ ഇവിടെ എത്തി. ഏതായി സ്ഥലം? ഇവിടെ UAE, സോറി ഖത്തറില്. പിന്നെ ഏത് സമയത്ത് ഇറങ്ങി നടക്കാമല്ലോ, അതുകൊണ്ട് പിന്നെ സീനില്ല. എപ്പം വന്നാലും ഇപ്പൊ ഇവിടെയൊക്കെ ആണെങ്കിൽ അങ്ങനെ പറ്റത്തില്ല. എന്റെ വീട്ടിന്റെ അകത്ത് ഇങ്ങനെ കുത്തിരിക്കാനല്ലേ പറ്റൂ. ഞാൻ ചോദിക്കട്ടെ, ഇതേപോലെ തന്നെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു കല്യാണ വീഡിയോ. ആ വീഡിയോ ഭയങ്കര വൈറലായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചത് എന്താണെന്നറിയോ, ഇത്ര ഒറ്റവരി ഗോൾഡ് അത് കുറേ കമന്റ്സ്, നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ആക്ച്വലി എത്ര പവൻ ഉണ്ടായിരുന്നു? ഒരു 105 പവൻ ഉണ്ടായിരുന്നു. 105 പവൻ. 105 പവൻ കൊടുത്താ കല്യാണം കഴിച്ചത്? അതെ. അത് ഇട്ടോണ്ട് ഇന്ന പാടെ എനിക്കറിയാം. ഒന്നാമത് ഷോർട്ട് അല്ലേ? അതെ. അപ്പൊ ഈ ഗോൾഡ് വന്ന് അടിയിൽ കിടക്കുക. അല്ല, ഞാൻ ശരിക്കും നോക്കി ഇതൊക്കെ എവിടുന്ന്, മറ്റേ ഗോൾഡിന്റെ പരസ്യം പോയി അതുപോലെ ഉണ്ടായിരുന്നു. ഓക്കെ, അന്ന് കുറെ അതിന്റെ ട്രോളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. മറ്റേ ട്രോളുകളൊക്കെ എങ്ങനെ സ്വീകരിച്ചു? വന്നോട്ടെ എല്ലാം വന്നോട്ടെ. ഇപ്പൊ ശരിക്കും ഫാമിലിയിലേക്ക് നമ്മുടെ നാട്ടിലെത്തി. ശരിക്കും എവിടെയോ കൂടുതൽ നന്നായിട്ട് തോന്നുന്നു? അവിടെ എവിടെയോ? എനിക്ക് ഖത്തർ തന്നെയാണ്. ഞാൻ 7 വർഷമായിട്ട് ഖത്തറിലാണ്.
ഖത്തറിലാണ്. അവിടെ ചെല്ലുമ്പോഴാണ് ഞാൻ ഒന്ന് മൈൻഡ് ഫ്രീ ആവുന്നത്. എനിക്ക് ഭയങ്കര എന്തോ എൻ്റെ സ്വന്തം നാട് പോലെയാണ് എനിക്ക് ഖത്തർ. കാരണം നാട്ടിൽ ജീവിക്കുന്ന കാട്ടി സുഖമാണ് അവിടെ. ശരിക്കും ഞാൻ പറയാൻ വിചാരിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ആള് ഞാൻ പറഞ്ഞു ഇൻട്രോയില് വലിയൊരു സംരംഭകയാണ് അല്ലേ? ശരിക്കും എന്താ ചെയ്യുന്നത്? ബിസിനസ് എന്താ? എനിക്ക് സ്വന്തമായിട്ടൊരു ബ്രാൻഡ് ഉണ്ട്. ലേഡീസ് ബ്രാൻഡാണ്. കംഫർട്ട് ആൻഡ് ട്രാവൽ വിയേഴ്സ് ആണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ബീർ ആൻഡ് ഡിയർ ബ്രാൻഡ് നെയിം. ബീർ ആൻഡ് ഡിയർ. ഇത് കരടിയും മാൻകുട്ടിയും. എങ്ങനെയുണ്ട്, കൊള്ളാല്ലേ? ശരിക്കും അങ്ങനെ ഒരു പേരിടാൻ കാര്യം എന്താ? കാര്യം എന്ന് പറയുമ്പം ഒരു ഇന്റർനാഷണൽ ടച്ച് വേണമെന്ന് തോന്നി. ഈ വേറെ ഇതുപോലത്തെ ഒരു ബ്രാൻഡ് ഉണ്ട് കുറെ. അപ്പൊ അങ്ങനത്തെ എനിക്ക് തോന്നുന്നു ഈ പേരിടുമ്പം ആ ഇന്റർനാഷണൽ ടച്ച് നമുക്ക് കിട്ടും എന്നൊരു ഫീൽ ചെയ്തു. സത്യം പറഞ്ഞ ഇന്റർനാഷണൽ ബ്രാൻഡ് ആണ് ഇപ്പൊ. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു ബിസിനസ് നടത്തുമ്പോൾ നമുക്ക് ശരിക്കും പ്രോഫിറ്റബിൾ ആണോ? പ്രോഫിറ്റബിൾ ആണ്. ഇപ്പോൾ ഓൺലൈൻ വഴി ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഓൺലൈൻ വഴിയാണ്. ഇപ്പോൾ ഓൺലൈനിൽ അത്രയും എന്താണ് ആൾക്കാർ വാങ്ങിക്കോ ഇല്ലയോ എന്നൊക്കെ ആദ്യം ഡൗട്ടായിരുന്നു. പക്ഷെ വൺ ടൈം വാങ്ങിച്ച ആൾക്കാർ വീണ്ടും വീണ്ടും വാങ്ങിക്കുന്നുണ്ട്. അപ്പം അതാണ് നമ്മുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. അത് കോൺഫിഡൻസ് കൂട്ടി. നല്ല കൂട്ടി. കാരണം ട്രസ്റ്റബിൾ ആയി. ഈ ഓൺലൈൻ വഴി ഒരു സാധനം വാങ്ങിച്ചപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടോ ഓൺലൈൻ വഴി എന്തെങ്കിലും? വാങ്ങിച്ചിട്ട് ഫ്ലോപ്പ് ആയിട്ടുണ്ട്. ആ ഫ്ലോപ്പ് ആയ ആൾക്കാർ പിന്നെ വാങ്ങിക്കത്തില്ലല്ലോ. പക്ഷെ നമ്മുടെ ഔട്ട്ഫിറ്റ് നമ്മുടെ ഔട്ട്ഫിറ്റ് വാങ്ങിച്ചിട്ട് ഇതുവരെ നെഗറ്റീവ് ആയിട്ടുള്ളൊരു അങ്ങനെ വന്നിട്ടില്ല. ഈ അടുത്ത് അതേപോലെ തന്നെ ഞാൻ അക്കൗണ്ട് നോക്കിയപ്പോഴാണ് നമ്മുടെ ഹനാന്റെ ഒരു വീഡിയോ ഉണ്ടത്. ഹനാൻ ഷാ ഇന്നത്തെ പെൺകുട്ടികളുടെ രോമാഞ്ചമാണ്. ആ വീഡിയോ ഞാനൊന്ന് കാണിക്കട്ടെ. ഇന്നലെ രാത്രിയിൽ ഞാൻ പോലും വിചാരിക്കാതെ പെട്ടെന്ന് നടന്നൊരു സംഭവമാണ്. തുമാമ മാളില് നമ്മുടെ ഫ്രണ്ട് അസ്ലം ബ്രോയും ഫ്രണ്ട്സ് ആയിട്ട് തുടങ്ങി. ഇവിടെ എത്തുന്നതിന് മുന്നേ ഞാൻ കുറച്ച് ആൾക്കാരെ പ്രതീക്ഷയുള്ളായിരുന്നു. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പം അത്രയും ക്രൗഡായിരുന്നു. ആ പാട്ടൊക്കെ കേട്ട് വൈബിടിച്ചിരിക്കുമ്പോഴാണ് എന്നെ വിളിച്ചിട്ട് പറയുന്നത് ഇവിടെ ഹനാൻഷ വരുന്നുണ്ടെന്ന്. ഹനാൻഷാന്റെ എല്ലാ സോങ്ങിന്റെയും ബിഗ് ഫാനാണ് കേട്ടോ ഞാൻ. വൺ സെലിബ്രിറ്റിനെ കിട്ടിയിട്ടുണ്ട് നാട്ടിൽ നിന്ന് ഖത്തറിലേക്ക്. മൊമെന്റ് വാങ്ങിക്കാൻ വേണ്ടി വിളിച്ചപ്പോ ഞാൻ ഇവിടെ. അത് കോമഡിയാണ്. അവിടെ പ്രോഗ്രാമിന് ഇൻവൈറ്റ് ചെയ്തു. ഇങ്ങനെ ഗസ്റ്റ് ആയിട്ട് ഇങ്ങനെ കുത്തിയിരുന്ന് പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ വൈബടിച്ചിരിക്കുമ്പോഴാണ് സത്യം പറഞ്ഞാല് ഈ ഒരു സംഭവം അറിയുന്നത്. അപ്പൊ ഓടി ചെന്ന് എനിക്കിവിടെ ഒരു മൊമെന്റും ഒക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചതാ. എന്റെ പേര് വിളിച്ചപ്പോ ഞാൻ താഴെ പോയി അനാൻഷായിട്ട് വീഡിയോ ഫോട്ടോ എടുത്തോണ്ടിരിക്കുക. എങ്ങനെയുണ്ട് ശരിക്കും അനാൻഷ? അനാൻഷ സൂപ്പർ. അടിപൊളിയാ. ആള് ഭയങ്കര കാമാണ്. നല്ല എന്താ പറയാ, എന്നെ മുന്നേ അറിയാം. മുന്നേ എന്ന് പറയുമ്പോ നമ്മള് മുന്നേ ചാറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. പാട്ടിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് അങ്ങനെ. എനിക്ക് അന്ന് ഫൗസി അന്നേ ഈ സോഷ്യൽ മീഡിയ. അതെ അതെ. അന്ന് ഹനാൻഷ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. ഹനാൻഷക്ക് എന്താണ് നെഗറ്റീവിനോട് താല്പര്യമില്ല. അപ്പം ഇപ്പൊ റഹ്മാൻ ഇല്ലേ, പുള്ളിക്കാരന്റെ അതേ രീതിയിൽ തന്നെ പോണോന്നുള്ളൊരു അങ്ങനെ ഒരു മൈൻഡുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അന്ന് പറഞ്ഞ എന്താണോ അത് തന്നെ ഇപ്പോഴും ഹനാൻഷ. അന്ന് ഏകദേശം 2021 തോന്നുന്നു എൻ്റെ അടുത്ത് ഈ പറയുന്നത്. അതുപോലെയാണ് ഇപ്പോഴും ഹനാൻഷ പുള്ളിയുടെ. ഒരു നെഗറ്റീവ് ഇല്ലാത്തൊരു സിംഗറാണ് പുള്ളിക്കാരൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി നമുക്കൊരു സെഗ്മെന്റിലേക്ക് പോവാം. നമുക്ക് ഏത് പാട്ടുകാരെ കിട്ടിയാലും ഞങ്ങൾ ഈ സെഗ്മെന്റ് ഇല്ലാതെ ഇവിടുന്ന് പോവാറില്ല, അവരെ വിടാറുമില്ല. ആദ്യമേ തോന്നി. ഓക്കെ, അപ്പൊ നമ്മുടെ സെഗ്മെന്റ് ഇതാണ്. ഞാൻ കുറെ കാര്യങ്ങൾ എഴുതി, എന്താ പറയാ, നമ്മളിങ്ങനെ കുറിയൊക്കെ എടുക്കൂല്ലേ, അതേപോലെ നറക്കായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അതിങ്ങനെ കുലുക്കുക, അതിൽ എടുക്കുക, അതിന് മാച്ച് ആക്കുന്ന ആ ഒരു സന്ദർഭത്തിന് മാച്ച് ആവുന്ന ഒരു പാട്ട് പാടാം. മനസ്സിലായോ? ഓക്കെ, ഫസ്റ്റ് എടുക്കാൻ പോവാണ്. എടുക്കട്ടെ? എടുത്തോളൂ. സിംപിളാ. ഞാൻ എഴുതിയതാ, മനസ്സിലാവോ എന്തോ. സന്തോഷം. സന്തോഷം. ഹാപ്പി. സന്തോഷായി. സന്തോഷം എന്ന് മനസ്സിൽ വരുമ്പോ പാടാൻ തോന്നുന്ന ഒരു പാട്ട്. 1 2 3 സ്റ്റാർട്ട്. തിങ്കടതക്കം. ఆనందికోసారి ఏడిందికోసారి పావు తక్కువ పడిందికోసారి పడుకుండే ఓసారి మెడుకుండే ఓసారి ఏమితో సక్కా కూర్చుండే ఓసారి ఏలు నొక్కుతుండే ఓసారి ఓసారి కాలు తొక్కుతుండే ఓసారి ఓసారి నువ్వు పక్కనున్న ప్రతి ఒక్కసారి వచ్చుండాయి ఫీలింగ్స్ వచ్చి వచ్చి చెప్పేస్తుండాయి ఫీలింగ్స్ వచ్చుండాయి ఫీలింగ్స్ వచ్చి వచ్చి చెప్పేస్తుండాయి ഫീലിങ്സ് ടുട്ടുരു 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 ടു ടുട്ടുരു ടുട്ടുരു ടു. ഇത് കേൾക്കുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷം. അതാ, ഇത് നല്ല സിങ്ക് ഉണ്ട്. അതെ, അതിലേക്ക് പോയി അല്ലേ? അത് ശരിയല്ലോ. ഓക്കെ, നെക്സ്റ്റ്. ഇനി എടുക്കണമല്ലേ? ടാസ്ക് അതില് ഫുള്ള്. തീരുമ്പോ ടാസ്ക് തരൂ. തീരുമ്പോ ഞാൻ തരാൻ. ഞാൻ ദേഷ്യം വരുമ്പോ അയ്യോ ദേഷ്യം. കലിപ്പ് മൂഡിൽ പാടുന്ന ഒരു പാട്ട്. കലിപ്പടാ.
കണ്ണു ചുമക്കണ്ണു പല്ലിക്കട്ടിക്കണ് മുഷ്ടിച്ചുരുട്ടണ് ആകെ വിയർക്കണ് ചും 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 നടിഞ്ഞരമ്പ് വലിഞ്ഞു മുറുകണ് പെശികളാകെ ഉരുണ്ട് കയറണ് ചും ചും ചും. അങ്ങനെ ഒരു ചും 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 ഉണ്ടായില്ലേ? ആൾക്കാർക്ക് ഒരു താളമൊക്കെ വേണ്ടേ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നുമില്ലല്ലോ. നല്ല താളം, ദേശത്തിന് ഇടാൻ പറ്റിയ താളം. ചും ചും ചും. ഓക്കെ, നെക്സ്റ്റ്. പടച്ചോരെ എന്തിനാത് ഈ ദേഷ്യം പോയല്ലോ. വേട്ടാത്തത് കളഞ്ഞാ മതി. ഇങ്ങനത്തെ എന്തിനാവും? സങ്കടം. സങ്കടപ്പെടുമ്പോ ഒരുപാട് പാട്ടുകൾ കേൾക്കാറുണ്ട്. ഒറ്റ പാട്ട് പാടിക്കേ. ഇതിനകത്ത് സത്യം പറഞ്ഞാല് ഇത് മറ്റേ ഇതാണ്, തമിഴ് സോങ് ആണ്. ധനുഷ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സോങ്ങാ. അപ്പൊ എനിക്ക് സങ്കടം വരും. ധനുഷ് ഫാൻ ആണോ? ധനുഷ് ഫാൻ ഒന്നുമില്ല, പക്ഷെ ധനുഷിന്റെ എല്ലാ മൂവീസും ഇഷ്ടമാണ്. ഓക്കെ, കാണാറുണ്ട്. സങ്കടത്തിൽ നമ്മളെയും കൂടി അങ്ങ് കരയിപ്പിക്കണം. കഴിവ് അങ്ങനെയൊന്നുമില്ല, കരയിക്കാൻ പറ്റിയ പാടൊന്നുമില്ല, എന്നാലും കേൾക്കാം. സെന്റിയാണ്. വെൺമേഘം പെണ്ണാക്. എനിക്ക് തോന്നി അതായിരിക്കും. അത് അവന്റെ കുറച്ച് സാഡ് സോങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വെൺമേഘം പെണ്ണാക് ഉരുവാനതോ ഇന്നേരം എന്നെ പാർത്ത് വിളയാടുതോ ഉന്നാലെ പല ஞாபகம் என் முன்னே வந்தாடுதே ஒரு ஜென்மம் திண்டாடுதே வார்த்தை ஒரு வார்த்தை சொன்னால் என்ன பார்வை ஒரு பார்வை பார்த்தால் என்ன உன்னாலே பல ஞாபகம் என் முன்னே வந்தாடுதே ഒരു നെഞ്ചം തിണ്ടാടുതേ. സൂപ്പർ. കണ്ണീന്ന് വെള്ളം വന്നോ? ഇല്ല. നിങ്ങൾ കണ്ണീന്ന് വെള്ളം വന്നോ? ആരെന്റെയോ? അയ്യേ ഇല്ല. ഞാനിങ്ങനെ ശരിക്കും അല്ല, സീരിയസ്ലി വരാറുണ്ട്. അത് തോന്നുന്നതാണ്. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഞാനിങ്ങനെ സങ്കടപ്പാട്ട് വെക്കുമ്പോൾ കരയാറൊന്നുമില്ല. ഓക്കെ, ശരിക്കും ലൈഫിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ട ഒരു കാര്യം എന്താ? ഭയങ്കരമായിട്ട് വേദനിപ്പിച്ച ഒരു കാര്യം? അയ്യോ, വേദനിപ്പിച്ച കാര്യമൊക്കെ ഒരുപാടുണ്ട്. അല്ല, ഇപ്പൊ എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? അല്ല, ആഫ്റ്റർ മാരേജ് ആയിരുന്നു. ആഫ്റ്റർ മാരേജ് ഇപ്പം എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നേ പറയാ. ഇപ്പം പോകുന്നു നമ്മുടെ സെപ്പറേഷൻ ആണ് എനിക്ക് ഒരുപാട് വേദനിച്ചൊരു ടൈം. അതായിരുന്നു കുറച്ചും കൂടെ ഞാൻ റിക്കവർ ആവാൻ വേണ്ടിയിട്ട് കുറേ സ്ട്രഗിൾ ചെയ്ത ടൈം. അത് മാത്രമേ ഉള്ളൂ. വേറെ ഇങ്ങനെ ലൈഫിൽ വരുന്ന സങ്കടമൊക്കെ ഞാൻ അങ്ങനെ അല്ല, അതുപോലും അതൊരു 1 month അത്ര ഉണ്ടായിട്ടുള്ളൂ. അതിന് കൂടുതൽ ഇപ്പം ഹാപ്പിയാണ്. ഓക്കെ, അത് ശരിക്കും ആ ഒരു അവസ്ഥ ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് ഞാൻ ചോദിച്ചു, ആ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് മുന്നോട്ടേക്ക് ഇനിയും ഒരുപാട് ദൂരം പോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമായിരിക്കും. അപ്പൊ എന്തൊക്കെയായിരുന്നു ആ സമയത്ത് ഫൗസിയ മുന്നോട്ടേക്ക് ജീവിക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു ആ ടൈം? കാര്യങ്ങൾ എന്ന് പറയുമ്പം ബാക്ക് ടു നോർമൽ ആവാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം ആ ടൈമിൽ ഞാൻ സോഷ്യൽ മീഡിയ തന്നെ വിട്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോഴാണ് കുറേ ആൾക്കാർക്ക് മനസ്സിലായത് ഇങ്ങനെ എന്തൊക്കെയോ സംതിങ് ഫിഷി ആയിട്ട് നടക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതൊക്കെ ഞാൻ ബാക്ക് ടു നോർമൽ ആക്കി, എല്ലാം ഒന്ന് സെറ്റാക്കി വന്നു. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി, പാട്ടുകളൊക്കെ പാടാൻ തുടങ്ങി. പിന്നെ സ്വന്തമായിട്ട് എന്തെങ്കിലും എൻ്റെ പേരിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും വേണം എന്ന് തോന്നിയിട്ടാണ് ഞാൻ എൻ്റെ സ്വന്തം ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തത്. ആഫ്റ്റർ ഇതാണ് അപ്പോഴാണ് ഞാൻ തുടങ്ങിയത്. അപ്പൊ ഞാൻ ഫുള്ളായിട്ട് ഞാനൊന്ന് ഓണായി അതിനുശേഷം. അത് ഞാൻ തന്നെ ആയിട്ട്, എന്നെ ആരും മോട്ടിവേറ്റ് ചെയ്യാനോ ആ സമയത്ത് അങ്ങനെയൊന്നും വന്നിട്ടില്ല. എല്ലാം സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ തുടങ്ങി. ശരിക്കും ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കപ്പിളായിട്ട് ചെയ്തവരുടെ സെപ്പറേഷൻ വരുമ്പോൾ ഭയങ്കര ടെൻഷനായിരിക്കും നമുക്ക്. കാര്യം ഇത് സോഷ്യൽ മീഡിയ അറിയും, അവരെങ്ങനെ എടുക്കും എന്നൊക്കെ ഉള്ള ആ ഒരു ഫിയർ ഉണ്ടായിരുന്നോ? ഫിയർ ആയിട്ട് അങ്ങനെയില്ല. കാരണം നമ്മുടെ ലൈഫ് സ്റ്റോറി ഇപ്പൊ നമുക്ക് മാത്രമേ അറിയൂ. ഇത് ബാക്കിയുള്ള അടുത്ത് എങ്ങനെ എത്തുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ നടന്നു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് ബാക്കിയുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഈ ഒരു 2 years ഇതുവരെ അങ്ങനത്തെ ഒരു വീഡിയോ പോലും ചെയ്യാത്തത്. ഞാൻ നെവർ മൈൻഡ് ആയിരുന്നു. എൻ്റെ ലൈഫ് മീൻസ് എൻ്റെ ഈ പ്രൈവസിയിൽ കടന്നു വന്ന് ഇങ്ങനെ ആൾക്കാർ ചോദിക്കുന്നതിൽ എനിക്ക് താല്പര്യം ഇല്ലായിരുന്നു.
അതുകൊണ്ട് വേണമെങ്കിൽ എനിക്ക് ഒരു വീഡിയോ ഇട്ടാൽ മില്യൻസ് അടിക്കും. അതിനോട് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അതാ ഫസ്റ്റില് ആളുകൾ പെട്ടെന്ന് മനസ്സിലാക്കും, നമ്മൾ പോലും അറിയില്ല നമ്മുടെ കാര്യങ്ങളും നമ്മളെ വീക്ഷിക്കൊണ്ട്, അതായത് നമ്മൾ ഒബ്സർവ് ചെയ്തിരിക്കുന്നത് പെട്ടെന്ന് അത് മനസ്സിലാക്കും. അങ്ങനെ ഫസ്റ്റിലൊരാള് അല്ലെങ്കിൽ ഫസ്റ്റ് വന്ന കമന്റ് അല്ലെങ്കിൽ ഫസ്റ്റ് വന്ന ഒരു മെസ്സേജ് അതെന്തെങ്കിലും ഓർമ്മയുണ്ടോ? ആ ഒരു ടൈമിലോ? ആ ഒരു ടൈമിലാണ് ആളുകൾ അറിഞ്ഞു തുടങ്ങി എന്ന് ഫൗസിക്ക് തോന്നിയ ഒരു കാര്യം ഒരുപാട് ഒരു മെസ്സേജ് അയച്ചു തുടങ്ങിയായിരുന്നു. എന്താ നിങ്ങളുടെ പേരൊക്കെ മാറ്റി, എന്ത് പറ്റി, നിങ്ങൾ പേര് മാറ്റിയിട്ടുണ്ടല്ലോ, ഫൗസിയ എൻ്റെ ഫുൾ നെയിം ആയിരുന്നു, പക്ഷെ ഫൗസിയ നിശ്ചയാക്കി. അപ്പൊ ആ സമയത്ത് ആൾക്കാർ മെസ്സേജ് അയക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴെനിക്ക് മനസ്സിലായത് എന്നെ ഇങ്ങനെ വീക്ഷിക്കുക ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പുറകിൽ നിൽപ്പുണ്ടെന്ന്. അതുവരെ എന്റെ വീഡിയോസ് മാത്രം കാണുന്ന കുറച്ച് ഓഡിയൻസിനെ മാത്രമാണ് എൻ്റെ മൈൻഡിൽ. പക്ഷെ നമ്മുടെ ലൈഫ് സ്റ്റോറിയും അറിയണം, അത് കാണണം. ഇപ്പോഴും സ്റ്റിൽ ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട് എന്ത് പറ്റി എന്നുള്ള ചോദ്യത്തിൽ. ആ ചോദ്യത്തിൽ എനിക്ക് ഇപ്പൊ തരാനുള്ള ഒരു റിപ്ലൈ എനിക്ക് ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പേഴ്സണലാണ് അത് തികച്ചും. ഓക്കെ, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പൊ അടുത്തെടുത്തോളൂ. അടുത്തെടുക്കാം. എന്തിനാണ് എടുത്തത്? ആ സങ്കടം പോട്ടെ. വിരഹം. അല്ല മറ്റേതായിരുന്നു ഒരു ആൽബം പാട്ടുണ്ടല്ലോ, ആ വിരഹത്തിൻ വേദന അറിയാൻ. അങ്ങനെ സങ്കടപ്പെടുത്തി മറ്റേ ഈ പാട്ടില്ലേ, ഇത് കാണുമ്പോൾ മറ്റേ എനിക്ക് പൃഥ്വിരാജിനെ ഓർമ്മ വരുന്നത്. അഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞു പോയി, നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമാ, ഇരുൾ ജീവനെ പൊതിഞ്ഞു, ചീതൽ പ്രാണനിൽ മേഞ്ഞു, കിതയ്ക്കുന്നു ശ്വാസമേ. നല്ല ഫീലിങ്സ് ഉണ്ടായിരുന്നു ഇതിനാണോ? അതെങ്ങനെയാണ്? എനിക്ക് മെലഡി സോങ്സ് പാടുമ്പോൾ ഇങ്ങനെ ഫീലിങ്സ് കയറി വരും. ഞാൻ ഇങ്ങനെ കട്ടൊക്കെ ഇങ്ങോട്ട് കൊടുക്കും. അപ്പൊ അത് പോട്ടെ. ഇനി എന്താ ഉള്ളത്? തീർന്ന ഇനി ഒന്നും കൂടെ ഉണ്ട്. പ്രണയം. ആ പ്രണയത്തിന് ഒരുപാട്, ഞാൻ റൊമാൻറ്റിക് സോങ്സ് ആണ് കൂടുതൽ പാടുന്നത്. എനിക്ക് കൂടുതൽ ഇഷ്ടം തമിഴ് സോങ്സാ. ലൈഫിൽ എത്ര പ്രണയം ഉണ്ടായിട്ടുണ്ട്? എണ്ണി പറയണോ? എണ്ണി കിട്ടുവോ? എണ്ണാൻ പറ്റുമോ? അല്ല അങ്ങനെയൊന്നുമില്ല. എന്നെ തേച്ചു പോയ ഒരാളുണ്ടായിരുന്നു. ഇതൊക്കെ അല്ല ആ ആള് പോയ ശേഷമാണ് കേട്ടോ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നിട്ട് ആഗ്രഹമൊക്കെ തോന്നി. ഞാൻ സോഷ്യൽ മീഡിയയിലോട്ട് വന്നു. ആ ആള് പോയപ്പോ സോഷ്യൽ മീഡിയയിലേക്ക് വന്നു. അതെ, ലൈഫിലെ ആള് പോയപ്പോ ബിസിനസ് ഫീൽഡിലേക്ക് വന്നു. അതെ, ഇങ്ങനെ ഓരോരുത്തർ പോകുമ്പോഴാണ് ഞാൻ പലതും ചെയ്യുന്നത്. ആരും വരണ്ട, ഇനി ഇങ്ങോട്ട് ഇനി ഫുൾ ക്ലോസ്ഡ് ആണ്, ആരും വരണ്ടത് അല്ലേ? ഓക്കെ, അപ്പൊ അത് കട്ടക്കുള്ള തേപ്പായിരുന്നു. തേപ്പ് കാണോ അങ്ങോട്ട് ചോദിച്ചു? തേപ്പ് എന്ന് പറയാൻ പറ്റുമെന്ന് വെച്ചാ എനിക്കിത് തേപ്പായിട്ട് തോന്നി. അതിൽ തകർന്നു. ഇപ്പൊ ആക്കത് അതിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഇങ്ങനെ വിഷമായിരുന്നു. വേണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഇങ്ങനെ ആളെ മുമ്പിൽ ജീവിച്ച് കാണിക്കണം, എന്തെങ്കിലുമൊക്കെ ആവണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓ ആയി, എവിടെയൊക്കെ എത്തി. ശേഷം ആള് കോണ്ടാക്ട് ചെയ്തോ? ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആളുടെ ഭാഗത്ത് വലിയ സംഭവം അല്ല. അന്ന് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, എന്റെ ഫേസ് എവിടെയും കാണരുത്, അല്ലെങ്കിൽ നിന്റെ മുഖം പോലും ഞാൻ കാണാൻ ഇടവരുത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ചിട്ടാ പോയത്. ഒരു ദിവസം എന്നെ മെസ്സേജിട്ട് പറഞ്ഞു, ഇപ്പൊ എവിടെ നോക്കിയാലും നിന്റെ മുഖം മാത്രമേ ഉള്ളൂ. അന്ന് ആ സമയത്ത് ട്രോളൊക്കെ കിട്ടിയിട്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പൊ എല്ലാവരുടെയും കുറെ പാട്ടുകൾ ഇങ്ങനെ അപ്പൊ ഇങ്ങനെ കൊണ്ട് കാണിക്കുമെന്ന് തോന്നുന്നു. ഫൗസി വലിയ സംഭവം. ഫൗസി വരുമ്പോഴും ആൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. ആൾക്ക് എന്നെ ഭ്രാന്തായി പോയി. അപ്പൊ പ്രണയത്തിന്റെ പാട്ട്. അടിമഴ വരും അതിൽ നനയുമേ, കുളിർ കാഴ്ചലോട് സ്നേഹം, ഒരു പോർവേക്കുൾ ഇരുത്തോക്കം, குழு குழு பொய்கள் சொல்லி என்னை வெல்வாய், அது தெரிந்து கூட அன்பே மனமதேதான் எதிர்பார்க்கும், எங்கேயும் போகாமல் தினம் வீட்டிலே நீ வேண்டும், சில சமயம் விளையாட்டாய் உன்னாடுக்குள்ளே நான் வேண்டும் வசீகரா, என் நெஞ்சினிக்கு உன் பொன்மடியில் தூங்கினால் போதும் அதே கணம், என் கண்ணுறங்கு உன் ஜென்மங்களில் நீக்கங்கள் தேடும். സൂപ്പർ സൂപ്പർ, താങ്ക് യു. ഇനി ഒന്നുകൂടി. ഓ ലാസ്റ്റ്
ഓക്കെ, ഇതെന്തിനാപ്പാ? സ്കൂൾ ഡേയ്സ്. ഇപ്പൊ എത്ര എടുത്തിട്ടും സന്തോഷം എടുത്തിട്ട് പോലും ഇത്ര സന്തോഷം കണ്ടിട്ടില്ല. കാരണം അന്ന് നമുക്ക് ഒന്നും അറിയണ്ടായിരുന്നു, ഇങ്ങനെ പഠിക്കുക കളിക്കുക നടക്കുക, ഇത് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ തന്നത് മൊത്തം ജീവിതത്തിൽ സ്കൂൾ ഡേയ്സ് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലേ. അതെ, ഇത് നല്ല അടിപൊളി ദിവസങ്ങളായിരുന്നു അതൊക്കെ. ഓക്കെ ഓക്കെ. സൗഹൃദങ്ങൾ പങ്കുവെച്ചേ ഹൃദയവാതിൽ നാം തുറന്നേ, പതിയെ നമ്മൾ തമ്മിലേതോ പുതിയ ഭാവം കണ്ടറിഞ്ഞേ, ഒരു കാണാനൂലിൽ ദൈവം കോർത്തു നമ്മെ ഇന്നും ഒന്നായി ഒന്നായി ചേർന്നിരിക്കാൻ, ദൂരെ ആകാശത്തണലിൽ തനിച്ചിരിക്കാം, ദുഃഖങ്ങളിൽ കൂടെ നിൽക്കാം, സ്വർഗങ്ങളെ സ്വന്തമാക്കാം. ഓ മൈ ഫ്രണ്ട്, നിൻ കണ്ണുകളിൽ ഞാൻ കാണും നിന്റെ മുഖം. ഓ മൈ ഫ്രണ്ട്, നിൻ വാക്കുകളിൽ ഞാൻ കേൾക്കും നിന്റെ സ്വരം. അങ്ങനെ ഈ സെഗ്മെന്റ് ഇനി ഉണ്ടോ? ഇനി ഒരു തേങ്ങ ഇല്ല. ഓക്കെ, ചോദിച്ചോളൂ.